ശബരിമലയിലെ അപ്പം അരവണ വിതരണത്തിലെ സർക്കാർ ഇടപെടൽ ഫലപ്രദമെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ബി മുരാരി ബാബു. ദേവസ്വം ബോർഡിന്റെയും വിവിധ വകുപ്പുകളുടെയും മികച്ച ഏകോപനം ഇതിന് സഹായകരമായതായും അദ്ദേഹം സന്നിധാനത്ത് പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ സർക്കാരിൻ്റെ ഈ ഇതിനകത്തുണ്ടായ ഒരു ഇടപെടൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ആദ്യം മുതൽ തന്നെ, ഇതിൻ്റെ ആരംഭം മുതൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ യോഗങ്ങൾ, മുന്നൊരുക്കം സംബന്ധിച്ചുള്ള യോഗങ്ങൾ തീരുകയും ആ മുന്നൊരുക്കങ്ങളിലൊക്കെ തന്നെയും കഴിഞ്ഞ സീസൺ കാലത്ത് എന്തൊക്കെ അപാകങ്ങളാണോ ഉണ്ടായിട്ടുള്ളത് അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളാണ് പ്രത്യേകമായും ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അപാകങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള കർശന നിർദ്ദേശങ്ങൾ അത് ഓരോന്നായിട്ട് നിർദ്ദേശങ്ങളായിട്ട് വെക്കുകയും ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് കൃത്യമായ പരിശോധന നടത്തുകയും ചെയ്തു എന്നതാണ് ഈ ഫെസ്റ്റിവലിൻ്റെ വിജയത്തിന് ആധാരമായ സംഗതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, എല്ലാ വകുപ്പുകളും വളരെ സംയോജിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടാകാതെ പോയത് ഒരു കാര്യം അതായിരുന്നു, ഒരു ഏകോപനം സാധ്യമായിരുന്നില്ല. എന്നാൽ ഇത്തവണ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെ അയ്യപ്പ ഭക്തന്മാർ, ശബരിമലയിലേക്ക് എത്തുന്ന മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും സംതൃപ്തിയോടെ പടിയിറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. കഴിഞ്ഞ വർഷം ഒരു 50,000 ആളെ എത്തിയാൽ പോലും ക്യൂ അങ്ങ് നീണ്ടുപോവുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും 100,000-ഓളം ആളുകൾ സംതൃപ്തിയോടെ പടിയിറങ്ങിപ്പോയി എന്നതാണ് ഇത്തവണത്തെ. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കരുതുന്നു. എന്തായാലും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്നു എന്നാണ് പറയാനുള്ളത്. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്, എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.